മക്കളെ 2022 നീറ്റ് ക്രാക്ക് ചെയ്യുന്നതിന്റെ ക്രാഷ് പ്രോഗ്രാമിൽ നമ്മൾ സക്സസ്ഫുള്ളി 3 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒന്നാമത്തെ ദിവസം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഫിസിക്സിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സും അതേപോലെ ഡേ 2 സൊല്യൂഷനും റീപ്രൊഡക്ഷൻ ഓർഗാനിസം ഒക്കെ കഴിഞ്ഞ് ഗംഭീരമാണ്. മക്കളെ യഥാർത്ഥത്തിൽ നീറ്റ് എന്ന് പറയുന്നത് ഒരു ടഫസ്റ്റ് എക്സാമേ അല്ല. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് നീറ്റ് വളരെ സിമ്പിൾ ആയി ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു പോരാട്ട വീര്യമാണ്. ഓക്കെ, 3 മാസം അല്ലെങ്കിൽ 4 മാസം കൺസിസ്റ്റന്റ് ആയി ഒരു 13 to 14 അവേഴ്സ് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ നീറ്റ് സുന്ദരമായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ള 100% ഉറപ്പാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ആശകളെ ഗർഭം ധരിച്ച് സ്വപ്നങ്ങളെ പ്രസവിക്കുക. ആദ്യം നിങ്ങൾ നടത്തേണ്ടത്, ഇനിയും നമുക്ക് സമയമുണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആശകളെ ഗർഭം ധരിക്കണം, സ്വപ്നങ്ങളെ നമ്മൾ ഉറപ്പായി പ്രസവിക്കും. അടുത്ത വർഷം നമ്മൾ എയിംസിൽ പോയിക്കൊണ്ട് തന്നെ നമ്മൾ MBBS പഠിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താനാവും. ഇനി നമുക്ക് ഡേ 4ലേക്ക് വരികയാണെങ്കിൽ, ഡേ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഒരു ചരിത്രം നിങ്ങൾ നീറ്റിൽ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 4 ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യാറുണ്ട്. 3 എന്ന് പറയുന്ന ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് ആയി 3 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് 12 മാർക്ക് ഇന്നത്തെ ക്ലാസ്സും ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ 12 മാർക്സ് ഉറപ്പാണ്. NCERT ടോട്ടലി കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. സോ നിങ്ങൾ ഇന്ന് ഉറപ്പിക്കുന്നത് എത്ര മാർക്കാണ് മക്കളെ? 12 മാർക്ക് ഉറപ്പിക്കും. സോ എല്ലാ ദിവസവും അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല. നിങ്ങളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഉള്ളതായിരിക്കണം. ഒരിക്കലും ഒരു ക്രസ്റ്റ് ആൻഡ് റഫ് ആയി മാറാൻ പാടില്ല. കൺസിസ്റ്റന്റ് എഫേർട്ട് നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെയാണ് ഒരു മാരത്തോൺ എക്സ്പേർട്ട്, മാരത്തോൺ ഓടുന്ന ഒരാൾ എങ്ങനെയാണ് മുന്നിലേക്ക് എത്തുന്നത്? ആദ്യം അവർ പിന്നിലായിരിക്കും, അവസാനം അവരെന്ത് ചെയ്യും? പക്ഷെ അവരുടെ എഫേർട്ട് എപ്പോഴും എന്തായിരിക്കും? കൺസിസ്റ്റന്റ്. ആദ്യം ബാക്കിൽ കണ്ടവരാണ് മുന്നിലെത്തുക. സോ യു ഹാവ് ടു വർക്ക്. ആദ്യം തന്നെ നിങ്ങൾ മരണപ്പാച്ചിലും പാടില്ല. സാവധാനം കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം? എഫേർട്ട് ഇടണം. റിവിഷൻ സമയത്ത് നമ്മൾ വളരെ സ്പീഡായിട്ട് ലാസ്റ്റ് റൗണ്ടോടും. ഓക്കെ, അതിന് പിന്നിൽ ഉറപ്പായും Xylem Learning App നിങ്ങളെ മുന്നിൽ ഉണ്ടാവും. അതുകൊണ്ട് പതറാതെ നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. നീറ്റ് 2022 ഉറപ്പായി നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും.